ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് സംഗീത് സോമൻ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവജന കൂട്ടായ്മയിൽ ഇന്ത്യയിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു, തെറി വിളിച്ചവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെയാണെന്ന് എടുത്തു തന്നെ പറയാം. കാരണം ഇത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് തന്നെയാണ് കൂടുതൽ വന്നത്. കുറേ പേര് തർക്കിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തർക്കിക്കാൻ വന്നവർ കൂടുതലായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് തീവ്രവാദികളുടെ കടന്നുകയറ്റമാണ്, ഇത് തീവ്രവാദികളാണ് ഇതിനെ ഒരുക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ തീവ്രവാദികളാണ് അവിടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു, അപ്പോൾ ഇതൊക്കെ തീവ്രവാദികൾ കൊടുക്കുന്നതാണ് എന്നൊക്കെയാണ് അടിച്ച് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ക്യാപ്സ്യൂൾസ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എതിർത്തവർ പറഞ്ഞ പല കാര്യങ്ങളും, പുറത്തുനിന്ന് ഫണ്ടിങ് വരുന്നു, ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പണം ഇങ്ങോട്ട് ഒഴുകുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ അപ്പോൾ ആരുടെ കുറ്റമാണ് ഈ പറയുന്നത്? പുറത്തുനിന്ന് ഈ രാജ്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തെ ഭരണകൂടത്തെ തകർക്കാനായിട്ട് പുറത്തുനിന്ന് ഫണ്ടിങ് വരുന്നത് അറിയാം നിങ്ങൾക്ക്, ഭരണകക്ഷിയായ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് അത് തടയാൻ കഴിയുന്നില്ല. പിന്നെ ഇത് ആരുടെ പരാജയമാണ്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഓക്കെ, ശരി, ഇനി നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ന് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അപ്പൊ എന്താണ്, തീവ്രവാദികൾക്ക് നിങ്ങൾ വഴങ്ങി കൊടുത്തേരോ, വഴങ്ങി രാജിവെച്ചേരോ എന്ന് സമ്മതിക്കേണ്ടി വരികയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെയാണ് ശരിയെങ്കിൽ അപ്പം നിങ്ങൾ ഇന്ന് എന്തിനാണ് രാജിവെച്ചത്? അപ്പോൾ നിങ്ങൾ ഒന്നടങ്കം പാറ്റകളെന്നും തീവ്രവാദികളെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച ഈ വിദ്യാർത്ഥികളുടെ, ഇവിടുത്തെ യുവാക്കളുടെ വിജയം, ഓക്കെ, അത് നിങ്ങൾക്ക് മാത്രമല്ല, കേൾക്കാൻ മടിക്കുന്ന, ഇവിടെ പരാതികളെ കേൾക്കാൻ മടിക്കുന്ന ഓരോ ഭരണകൂടങ്ങൾക്കും ഓരോ നേതാക്കൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ ഇതും കൂടെ ഒന്ന് കണ്ടോ. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ